അയ്യങ്കുഴിക്കാരൻ പങ്കജാക്ഷന്റെ വീട്ടിൽ ഈ രണ്ട് കമ്പനികളിൽ നിന്നും വരുന്ന വിഷപ്പുകയാണ്. ഒന്നു നേരായി ശ്വാസം പോലും വിടാൻ കഴിയാതെ ഏറെ നാളായി ഇദ്ദേഹം കിടപ്പ് രോഗിയായി തുടരുകയാണ്. എന്ത് ബുദ്ധിമുട്ടാണ് താങ്കൾ എത്ര നാളായി ഈ ദുരിതം അനുഭവിക്കുന്നു? ഇത് നീണ്ട വർഷങ്ങളായി. പക്ഷേ ഇത് കൂടിയത് ഈ അടുത്ത കാലത്ത് ഈ രണ്ട് കമ്പനികളിലും നിന്ന് വരുന്ന പുക കൂടുതലാണ്. എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടാണ്? ശ്വാസം വിടാൻ ബുദ്ധിമുട്ടാണ്, നീർക്കെട്ടും മാത്രം ശ്വാസം ബുദ്ധിമുട്ടും മാത്രമല്ല എൻ്റെ ശരീരം ഹാങ് ഓവറാണ്. എനിക്കിപ്പോഴും തളർന്നു പോവുകയാണ്. ഒന്നും ശ്വാസം വിടാൻ പറ്റില്ല. ഇവരുടെയും മാരകമായ ദുർഗന്ധവും മണവും ഈ കുമിൻഡോൺ, അസിറ്റിലിൻ, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും എൻ്റെ വീടിൻ്റെ പുറകിൽ വന്ന് അടിയാണ്. കിടക്കാൻ നിവൃത്തിയില്ല. രാത്രിയാകുമ്പോൾ ഫാൻ ഇട്ടിട്ട് ഞാൻ അടിച്ച് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുക. ഫാനിട്ട് രാത്രി ജനൽ തുറന്നിട്ട് ഫാനിട്ട് ഇങ്ങനെ മാത്രമേ കഴിയുള്ളൂ. അടുത്ത ദിവസം ഒരാൾ മരിച്ചു. ഏറെ നാളായി ജീവവായു പോലും ശരിയാവണ്ണം ശ്വസിക്കാൻ കഴിയാതെ കിടപ്പ് രോഗിയായി ഇദ്ദേഹം ഇങ്ങനെ തുടരുകയാണ്. ഇത് അയ്യപ്പൻ്റെ, അതായത് പങ്കജാക്ഷൻ്റെ മാത്രം അവസ്ഥയല്ല. അയ്യങ്കുഴിക്കാരായിട്ടുള്ള ഓരോ ജനതയും ഈ വിഷപ്പുക ശ്വസിച്ചുകൊണ്ട് ദിനംപ്രതി ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്.